ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസിന്റെ ഗോൾഡ് ചാർജ് കാർഡിനെ കുറിച്ചാണ്. അപ്പൊ ഞാൻ ഈ കാർഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ഇനീഷ്യൽ റിവ്യൂ, ഇത് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് അല്ല, ചാർജ് കാർഡാണ് കേട്ടോ. അപ്പൊ ചാർജ് കാർഡിൽ എന്താ ഡിഫറൻസ് വരിക വെച്ചാൽ നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കില്ല. നമുക്ക് നോർമലി ഒരു ക്രെഡിറ്റ് കാർഡും അത്യാവശ്യം ഒരു 2 മടങ്ങ് 3 മടങ്ങൊക്കെ നമുക്കൊരു ഒരു ലിമിറ്റ്, ഒരു എന്താ പറയുക, പർച്ചേസിംഗ് പവർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സ്പെൻഡിങ് പവർ എന്നൊക്കെയാണ് ഒരു പറയുന്നത്. എനിക്കിപ്പോൾ ഈ കാർഡിൽ ആക്ച്വലി എനിക്ക് സ്പെൻഡിങ് പവർ വരുന്നത് 6.5 ലാക്കാണ് ഇതിൽ വരുന്നത് കേട്ടോ. പക്ഷേ ചാർജ് കാർഡിന്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് പോയിന്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെയിം തന്നെയാണ്. നമുക്കിപ്പോൾ ഇതിന് ആക്ച്വലി ജോയിനിങ് ചാർജ് വരുന്ന 1000 രൂപ. ഇനി നമുക്ക് എന്താ പറയുക ആനുവൽ ചാർജ് വരുന്നത് 4500 രൂപ പ്ലസ് GST ആണ്. ഞാൻ ആക്ച്വലി എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ എക്സ്ട്രാ 2000 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ആക്ച്വലി അമെക്സിന്റെ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കിടിലൻ സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച ട്രാൻസാക്ഷൻ അത് ഉപയോഗിച്ചിട്ട് പേ ചെയ്യാം. നിങ്ങൾക്ക് വൗച്ചേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ പോയിന്റ്സ് വെച്ച് പർച്ചേസ് ചെയ്യാം. അങ്ങനെ കുറെ സംഭവമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഡയറക്റ്റ് നല്ല സുഖമുള്ള പരിപാടിയാണ്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ഇന്നലെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഉപയോഗിക്കുന്ന 3 MX കാർഡുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ 3 കാർഡുകളുണ്ട്. MX ഇന്ത്യയിൽ ആക്ച്വലി ഒരാൾക്ക് 2 ക്രെഡിറ്റ് കാർഡും 1 ചാർജ് കാർഡാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആക്ച്വലി 2 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഒരെണ്ണം മെമ്പർഷിപ്പ് റിവാർഡ് കാർഡും അതുപോലെ തന്നെ ഒരെണ്ണം സ്മാർട്ട് ഏൺ കാർഡും പിന്നെ ഈ ഗോൾഡ് ചാർജ് കാർഡും ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഓൾറെഡി 2 ക്രെഡിറ്റ് കാർഡെങ്കിൽ മാത്രമേ നിങ്ങൾ ചാർജ് കാർഡിലേക്ക് പോയാൽ മതി. ചാർജ് കാർഡിന്റെ മെയിൻ ഒരു കോൺ എന്ന് പറയുന്നത് സംഭവം വെച്ചാൽ നമുക്ക് ഇതിൽ EMI ഫെസിലിറ്റീസ് ഇല്ല. അപ്പോൾ അതാണ് മെയിൻ പ്രോബ്ലം. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സംഭവം നമുക്ക് EMI-യിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റത് നമുക്ക് സുഖമായിട്ട് തന്നെ EMI-ലേക്ക് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ കെയർ ത്രൂ കൺവേർട്ട് ചെയ്യാൻ പറ്റൂട്ടാ. അത് ഈസി, നല്ല സുഖമാണ്, ഈസി പരിപാടിയാണ്. ചിലതിന് നമുക്ക് 24 മാസം, ചിലതിന് നമുക്ക് 36 മാസമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി MX ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, കോഴിക്കോടുണ്ട്, കോട്ടയത്തുണ്ട്. പക്ഷെ ഇഷ്യൂ എന്താ വെച്ചാൽ ഈ ഡിസ്ട്രിക്റ്റിലെ എല്ലാ പിൻകോഡിലും ഇല്ല. മിക്കതും ടൗൺ ഏരിയ പിൻകോഡിലാണ് ഉണ്ടാവുക കേട്ടോ. അത് പക്ഷേ കറക്റ്റായിട്ട് ഇടണമെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. അല്ലാണ്ട് ഈ ക്രെഡിറ്റ് കാർഡുകൾക്ക് അവർ 3 പിൻകോഡിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കാറില്ല. ബാങ്കുകളും കൊടുക്കാറില്ല, ക്രെഡിറ്റ് കാർഡ് കമ്പനികളൊന്നും കൊടുക്കാറില്ല. അപ്പോൾ കറക്റ്റ് പിൻകോഡ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. കുറെ പേര് ഇതുപോലെ സംശയം ചോദിക്കുന്നുണ്ട്. ഞാൻ താമസിക്കുന്നത് ഈ പിൻകോഡിലാണ്, ഇവിടെ സർവീസ് ആണെന്ന് ചോദിച്ചിട്ട്. എന്താ എനിക്ക് അത് ബാങ്കുകൾക്ക് തന്നെ പറയുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ പറയാം. അപ്പൊ അതാണ് കുഴപ്പം. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ചാർജ് കാർഡ് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നമ്മുടെ റെഫറൽ ലിങ്ക് ത്രൂ ഉപയോഗിക്കാം. ഓഫറൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഡയറക്റ്റ് നമ്മുടെ ഇവരുടെ ഈ റെഫറൽ ത്രൂ എടുക്കുമ്പോൾ നമുക്ക് എന്താ ഈ പോയിന്റ്സ് മാത്രമല്ല ഗുണം. നമുക്ക് നിങ്ങൾ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് റെഫറൽ ലിങ്ക് ത്രൂ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി അപ്രൂവ് ആവാനുള്ള ചാൻസ് നോർമൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടും കൂടുതലാണ്. എന്താ വെച്ചാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും റെഫറൽ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പ്രയോറിറ്റി കോഡാണ്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഡിഫറൻസ് വരും. കുറെ പേര് പറയാം അങ്ങനെ സംഭവം ഡിഫറൻസ് ഒന്നും ഇല്ല. അല്ലാണ്ട് പിന്നെ അവർ തമാശയ്ക്ക് എല്ലാ സാധനവും അവർ കൊടുത്തേക്കുന്നത് അങ്ങനെ ഒരു കോഡ്, ചിലതിന് സ്റ്റാഫ് കോഡ് എന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് വരുന്നുണ്ട് കേട്ടോ. സ്റ്റാഫിന് അല്ലാണ്ട് ചില സമയത്ത് കമ്മീഷൻ സംഭവങ്ങളൊക്കെ വരും, അത് വേറെ കാര്യം, അത് ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കും പോയിന്റ്സ് കിട്ടും, നിങ്ങൾക്കും പോയിന്റ്സ് കിട്ടും. അതാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ MX എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് നോക്കാൻ മറക്കണ്ട. ഇത് ഞാൻ ആക്ച്വലി കുറച്ചൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മെയിൻലി ഓൺലൈനാണ് ഉപയോഗിക്കാറ്. ഓഫ്ലൈനിൽ നമുക്ക് MXന്റെ സപ്പോർട്ട് എല്ലായിടത്തും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോൾ റീസെന്റ് നമ്മുടെ മാക്സ് ഉണ്ടല്ലോ ഡ്രസ്സ് എടുക്കുന്നത്, അവിടെ ഞാൻ ഉപയോഗിച്ചിട്ടാണ് MX കാർഡ്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ റീസെന്റ് ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ കുറച്ചു കാലം മുമ്പ് നമ്മുടെ തൃശ്ശൂർ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഭയങ്കര വലിയ സുഖമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയും ഇടയ്ക്ക് പോകാറുള്ളപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് കട്ട്സും സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഈ സാധനം ഉപയോഗിക്കാറുണ്ട്. മിക്കതും ടാപ്പ് ആൻഡ് പേ ആണ് ഉപയോഗിക്കാറ്. നമുക്ക് അവിടെയും നമുക്ക് ആക്ച്വലി നെസ്റ്റോനും ഇതേപോലെ പോയിന്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് പോയിന്റ്സിലേക്ക് ആഡ് ആയിട്ട് ചെയ്യും. അങ്ങനെ പരിപാടി ഇതിനും കിട്ടാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫുൾ കാർഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, UPI തന്നെ ഉപയോഗിക്കാറില്ല, കാർഡ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി പറയാനാണ് വന്നത്. അപ്പൊ ഇന്നലത്തെ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ രണ്ടാമത്തെ ചാനൽ ഇട്ടുണ്ടായിരുന്നു. കണത്തിൽ പോയി കണ്ടു നോക്കുക. നമ്മുടെ ഒരു MX കാർഡ് ഉപയോഗിച്ച എൻ്റെ 3 കാർഡ് MX കാർഡ് ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. ഞാനത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഒന്നെങ്കിൽ ഞാൻ മുകളിൽ പിങ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇന്നലത്തെ വീഡിയോ ആണ്, ജസ്റ്റ് നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ JMB26 ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഇന്നലത്തെ വീഡിയോ കേട്ടോ, മറക്കണ്ട. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ കാണത്തിൽ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടാ. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ നമ്മൾ രണ്ടാമത്തെ ചാനൽ ഇട്ടുണ്ടായിരുന്നു, അത് കാണത്തിൽ പോയി കണ്ടു നോക്കട്ടാ. നമ്മുടെ 3ാമത്തെ ചാനൽ GST വേൾഡ് കാണത്തിൽ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ടെക്നിക്കലി ഫൈനാൻഷ്യൽ അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ് ചെയ്യുന്നത്, ഇൻഫോർമേറ്റീവ് സംഭവങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളതിൽ കുറേ ഫൈനാൻഷ്യൽ ലിങ്കുകൾ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാത്തവർക്ക് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.